ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഇൻകം ടാക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 7 ആണ്. ചാപ്റ്റർ 7 ക്യാപിറ്റൽ ഗെയിൻസ്. അപ്പോൾ നമ്മൾ വിവിധ ഹെഡ്സ് ഓഫ് ഇൻകമാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ 4th ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻസ്. അപ്പോൾ അതിൻ്റെ ആദ്യ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയുള്ള ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ നേരത്തെയുള്ള ക്ലാസ്സുകളെല്ലാം കണ്ട് മനസ്സിലാക്കണം. ടാക്സ് പ്രത്യേകിച്ചും ഒരു കണ്ടിന്യൂഷൻ ആവശ്യമുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പം ഇടയിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ എല്ലാ കോൺസെപ്റ്റുകളും കൃത്യമായി മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എടുത്തിട്ടുള്ള പോർഷൻസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനുശേഷം ഇതിലേക്ക് വരിക. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ താഴെ മുമ്പത്തെ ക്ലാസ്സുകളുടെ എല്ലാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പഴയ ക്ലാസ്സുകളിലേക്ക് പോവാം. അതോടൊപ്പം തന്നെ ഓരോ ക്ലാസ്സിൻ്റെ താഴെയുള്ള ഡൗൺലോഡ് ലിങ്ക് ഉണ്ടായിരിക്കും, നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാനുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് നേരെ ഇനി ക്ലാസ്സിലേക്ക് പോവാം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാന ടോപ്പിക്കുകൾ ക്യാപിറ്റൽ ഗെയിൻ, അതെന്താണ്, അതിൻ്റെ മീനിങ്, അതുപോലെ തന്നെ അതിൻ്റെ ചാർജബിലിറ്റി, അതോടൊപ്പം ക്യാപിറ്റൽ ആസറ്റ്സ് എന്ന കോൺസെപ്റ്റ് നമുക്കിതിൽ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതും അതിൻ്റെ എക്സെപ്ഷൻസ് വരുന്നുണ്ട്. ക്യാപിറ്റൽ ആസറ്റ്സ് എന്ന വിഭാഗത്തിൽ വരാത്ത കുറച്ച് ആസറ്റ്സ് ഉണ്ട്. പിന്നെയുള്ളത് ഈ STC ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ക്യാപിറ്റൽ ആസറ്റ്സിൻ്റെ കൈൻഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പ്രോബ്ലംസ് ഒന്നുമില്ല, അതൊക്കെ നമുക്കിനി അടുത്ത 1-2 ക്ലാസ്സുകളിലായിട്ടാണ് വരുന്നത്. ഇന്നതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് ദ 4th ഹെഡ് ഓഫ് ഇൻകം, 4ാമത്തെ ഹെഡാണ്. ഓക്കെ. പിന്നെ സെക്ഷൻസ് 45 മുതൽ 55 വരെയാണ് ക്യാപിറ്റൽ ഗെയിൻ സംബന്ധമായ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന സെക്ഷൻസ്. പിന്നീട് മനസ്സിലാക്കാനുള്ളത് എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളതാണ്. ഇപ്പോൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ അറൈസിങ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ ആസെറ്റ് ഈസ് കോൾഡ് ക്യാപിറ്റൽ ഗെയിൻ. ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ക്യാപിറ്റൽ ഗെയിൻ വരുന്നത് ഒരു ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറിലൂടെ ആയിരിക്കും. ഓക്കെ. ഒരാളുടെ പ്രോപ്പർട്ടി വിറ്റു, ഹൗസ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റു എന്ന് പറയാം. അപ്പോൾ അതിലൂടെ അയാൾക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ വിൽപ്പനയിലൂടെ. അങ്ങനെ കിട്ടുന്ന പ്രോഫിറ്റിനാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരുപാട് തരത്തിലുള്ള അസറ്റ്സ് ഉണ്ട്. അതൊക്കെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് മനസ്സിലാവും ഏതൊക്കെ അസറ്റ്സ് ആണ് വരുന്നതെന്നുള്ളത്. ഇനി അങ്ങനെ കിട്ടുന്ന ഈ ഒരു ഗെയിൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് റിസീവ്ഡ് ഇൻ എ പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. അങ്ങനെ കിട്ടുന്ന ആ പ്രോഫിറ്റാണ് ഈ ഹെഡിൽ ടാക്സബിൾ ആയിട്ട് വരുന്നത്. ആൻഡ് ദ ടാക്സ് ലെവീഡ് ഈസ് കോൾഡ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. അപ്പോൾ ഇത്തരം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറത്ത് ചാർജ് ചെയ്യുന്ന ചുമത്തുന്ന ടാക്സിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഒരു ക്യാപിറ്റൽ അസറ്റ് അതിൻ്റെ ട്രാൻസ്ഫറിലൂടെ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ നിന്നും ഉണ്ടാവുന്ന ലാഭം അല്ലെങ്കിൽ ഒരു നേട്ടം, അതിന് വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഗെയിൻ. ഇനി അതിൻ്റെ ചാർജബിലിറ്റിയാണ്. ഒരു ഇൻകത്തെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന ഈ ഹെഡിൽ ചാർജ് ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അതിന് മീനിങ് പറഞ്ഞ സമയത്ത് മനസ്സിലാക്കി. ദർ മസ്റ്റ് ബി എ ക്യാപിറ്റൽ അസറ്റ്. ഒന്നാമത്തെ കാര്യം,
ഒരു ക്യാപിറ്റൽ അസറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതായത് ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു സാധനം എന്തായിരിക്കണം? ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നൊരു സംഭവം അതിലുണ്ടായിരിക്കണം, ആ ട്രാൻസ്ഫർ ചെയ്ത കാര്യത്തിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ദി അസസി ട്രാൻസ്ഫർ സച്ച് ക്യാപിറ്റൽ അസസ്. ആരാണോ അസസി അദ്ദേഹമാണ് ആ ക്യാപിറ്റൽ അസസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് മറ്റൊരു കണ്ടീഷനാണ്. പിന്നെ തേർഡ് വൺ വരുന്നത്, ആ ട്രാൻസ്ഫറിൽ നിന്നും ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. അപ്പോൾ ദർ മസ്റ്റ് ബി പ്രോഫിറ്റ് ഓർ ഗെയിൻ. ഈ പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില കേസുകളിൽ അവിടെ ലോസ് സംഭവിക്കാം. ഓക്കെ, അതായത് നെഗറ്റീവ് പ്രോഫിറ്റ് വരാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഗെയിൻ വരാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളുണ്ട്. അത് ടാക്സ് പർപ്പസിൽ നമ്മൾ അങ്ങനെ പറയാം അതിന്. അത് പിന്നീട് മനസ്സിലാവും എപ്പോഴാണ് ഈ നെഗറ്റീവ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ എല്ലായ്പ്പോഴും പ്രോഫിറ്റ് ആയിക്കൊള്ളണം എന്നില്ല എന്ന് മനസ്സിലാക്കുക. ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ നമ്മൾ ഈ ഹെഡിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അത് പിന്നീട് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് മനസ്സിലാവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എല്ലായ്പ്പോഴും പ്രോഫിറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇതാണ് ചാർജബിലിറ്റിയുടെ കണ്ടീഷൻസ്. ഒന്ന്, ക്യാപിറ്റൽ അസറ്റ് ഉണ്ടായിരിക്കണം. പിന്നീട് പറയുന്നത് അസസി ആയിരിക്കണം ആ അസറ്റ്, ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ നിന്നും ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ നമുക്ക് കിട്ടിയിരിക്കണം. ഇനി മറ്റൊരു പോയിന്റ് വരുന്നത്, ദ ട്രാൻസ്ഫർഡ് അസറ്റ് ഷുഡ് ബി ക്യാപിറ്റൽ അസറ്റ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസ്ഫർ ചെയ്ത അസറ്റ് അത് ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ ഗെയിൻ ഷാൾ ബി ടാക്സബിൾ ഇൻ ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദി അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്. അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു പ്രീവിയസ് ഇയറിലാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിളായിട്ട് വരുന്നത്. ഓക്കെ, അതിൽ എക്സംഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ പോലും എക്സംഷൻസ് ഉണ്ട്. അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അതൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്നൊരു ടേമാണ് ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു കോൺസെപ്റ്റാണ് മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് എ ക്യാപിറ്റൽ അസറ്റ്? ഇപ്പോൾ ക്യാപിറ്റൽ അസറ്റിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ അസറ്റ് മീൻസ് എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി ഹെൽഡ് ബൈ ആൻ അസസി. ഒരു അസസി അയാളുടെ കൈവശം വെക്കുന്ന ഏതൊരു പ്രോപ്പർട്ടിയും, ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയെയും നമുക്ക് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം. വെദർ ഓർ നോട്ട് ഇൻ കണക്ഷൻ വിത്ത് ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബിസിനസ് എന്തോ അല്ലെങ്കിൽ പ്രൊഫഷൻ എന്തോ ആയിക്കോട്ടെ, അതുമായി കണക്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം കൈവശം വെച്ചിട്ടുള്ള അദ്ദേഹം ഹോൾഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ നമുക്ക് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ എനി സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ ആൻ FII ആണ്. FII എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബുക്കിൽ അങ്ങനെ കാണുള്ളൂ. FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററാണ്. അവർ കൈവശം വെച്ചിട്ടുള്ള സെക്യൂരിറ്റീസും അവരത് വെച്ചിട്ടുള്ളത്, ആ സെക്യൂരിറ്റിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് സെബി ആക്ട് 1992 പ്രകാരം അതിൻ്റെ റെഗുലേഷൻസിനൊക്കെ അനുസരിച്ച് കൊണ്ടാണ് അത്തരം സെക്യൂരിറ്റീസിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അത്തരം സെക്യൂരിറ്റികളും ഇതിനകത്ത് വരുന്നതാണ്, ക്യാപിറ്റൽ അസറ്റ് എന്ന ആ വിഭാഗത്തിൽ വരുന്നതാണ്. ഇതാണ് ക്യാപിറ്റൽ അസറ്റിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് വീണ്ടും അതിനെ ഒന്നുകൂടെ വേറെ രീതിയിൽ മനസ്സിലാക്കാം. എനി അസറ്റ് സച്ച് ആസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഏതൊരു അസറ്റും, ഇപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പോലെയുള്ള ഏതൊരു അസറ്റ്, അതുപോലെ വെഹിക്കിളാവാം, ലീസ് ഹോൾഡ് ഏണിങ്സ്, ജ്വല്ലറി വരാം, ആഭരണങ്ങളാവാം, മെഷീനറി ഓർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. മെഷീനറി ആവാം, അതോടൊപ്പം തന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ആവാം, സച്ച് ആസ് പാറ്റൻറ്റ് അല്ലെങ്കിൽ ട്രേഡ് മാർക്ക്. ഇവയെല്ലാം നമുക്ക് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാവുന്നതാണ് മനസ്സിലാക്കാനുള്ളത്. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ അസറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇനി ഡയറക്റ്റ് റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കമ്പനീസിലുള്ള ഈ ഡയറക്റ്റ് ആയിട്ടുള്ള റൈറ്റ്സ്. അതായത് സ്ഥാപനം കൺട്രോൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതിന് ഉള്ള റൈറ്റ് വരെ അത് ഉൾക്കൊള്ളുന്നു. അത്തരം റൈറ്റ്സാണ് ഡയറക്റ്റ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഹോൾഡിംഗ് റൈറ്റ്സ് ഇതൊക്കെ ഉണ്ടെങ്കിലും അത്തരത്തിലുള്ള റൈറ്റ്സിനെയും നമുക്ക് ഈ ക്യാപിറ്റൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ താഴെയുള്ള ആ ഒരു ബോക്സിൽ നിങ്ങൾക്ക് കാണാം, ഈ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ളത് മൂവബിൾ ആവാം അല്ലെങ്കിൽ ഇമ്മൂവബിൾ ആവാം. ഓക്കെ, മൂവബിളും വരാം, ഇമ്മൂവബിൾ വരാം. ഓർ ടാഞ്ചിബിൾ ആവാം.
അല്ലെങ്കിൽ അതിനെ നമ്മൾ കോർപ്പോറിയൽ എന്ന് പറയും. കോർപ്പോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു ഫിസിക്കലി നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒന്നിനാണ് നമ്മൾ കോർപ്പോറിയൽ എന്ന് പറയുക. അതിനാണല്ലോ ടാഞ്ചിബിൾ. ഇപ്പോൾ ഫർണിച്ചർ അല്ലെങ്കിൽ ജ്വല്ലറി ഒക്കെ പോലെയുള്ള അസറ്റ്സ് അതെല്ലാം ക്യാപിറ്റൽ അസറ്റ്സ് ആണ്. അല്ലെങ്കിൽ ഓർ ഇൻടാഞ്ചിബിൾ, അല്ലെങ്കിൽ അത് ഇൻടാഞ്ചിബിൾ ആവാം. അതിൻ്റെ ഓപ്പോസിറ്റാണ് കോർപ്പോറിയലിൻ്റെ ഇൻകോർപ്പോറിയൽ. അപ്പോൾ അതിനൊരു ഫിസിക്കൽ ഒരു അസ്തിത്വം അതിനുണ്ടായിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ ഇല്ലാത്ത തരത്തിലുള്ള അസറ്റുകളുണ്ട്. അതിനാണ് നമ്മൾ ഇൻകോർപ്പോറിയൽ എന്ന് പറയുന്നത്, ഇൻടാഞ്ചിബിൾ. ഇപ്പോൾ ഗുഡ് വില്ല്, ടെനൻസി റൈറ്റ്, കോപ്പി റൈറ്റ്, അതുപോലെ ലൈസൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് നമുക്കില്ല എന്ന് പറയാം. പക്ഷേ അതെല്ലാം തന്നെ ക്യാപിറ്റൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങളുടെ ട്രാൻസ്ഫറിലൂടെ ഒരു അസസിക്ക് വരുന്ന ഗെയിനാണ് നമ്മൾ ഈ ക്യാപിറ്റൽ ഗെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുക്കത്തിൽ. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ എക്സംഷൻസ് ആണ്. അതായത് ദർ ആർ സർട്ടൻ അസറ്റ്സ്, അത് അസറ്റ്സ് ആയിരിക്കും ബട്ട് നോട്ട് കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ അസറ്റ്സ്. അതിന് നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അസറ്റാണ് എന്നാൽ ക്യാപിറ്റൽ അസറ്റ് അല്ല. അങ്ങനെയുള്ള അസറ്റ്സ് ആണ്. അതായത് ക്യാപിറ്റൽ അസറ്റ്സിൻ്റെ എക്സംഷൻസ് എന്ന് പറയും. ആ രീതിയിൽ ആ ടോപ്പിക്ക് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൽ ഒന്നാമത് വരുന്നതാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഹെൽഡ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ. ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കില്ല എന്നർത്ഥം. രണ്ടാമത്തത് പേഴ്സണൽ എഫക്റ്റ് എന്നുള്ളൊരു പോയിൻ്റാണ്. പേഴ്സണൽ എഫക്റ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എനി മൂവബിൾ പ്രോപ്പർട്ടി ഹെൽഡ് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് ഉപയോഗിക്കുന്ന ഏതൊരു മൂവബിൾ പ്രോപ്പർട്ടിയെയും നമ്മൾ പേഴ്സണൽ എഫക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹെൽഡ് ഫോർ പേഴ്സണൽ യൂസ് ഓഫ് ദി അസസി ആവാം, അല്ലെങ്കിൽ ഫോർ എനി ഡിപ്പെൻഡൻറ്റ് മെമ്പർ ഓഫ് ഹിസ് ഫാമിലി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഏതൊരു മെമ്പർ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള, ഇദ്ദേഹത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് അസസിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തി, ഒരു മെമ്പർ, അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മൂവബിൾ പ്രോപ്പർട്ടിയും ആവാം എന്നതാണ്. ഇനി അതിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബട്ട് എക്സ്ക്ലൂഡ്സ് ദ ഫോളോവിങ്. താഴെ പറയുന്നവ അതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നർത്ഥം. താഴെ പറയുന്നവ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അതിന് എക്സെപ്ഷൻ കിട്ടൂല എന്നർത്ഥം. അത് നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലും അതിന് ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജ്വല്ലറി, ഇവിടെ കാണാൻ ജ്വല്ലറി, അല്ലെങ്കിൽ ആർക്കിയോളജിക്കലായിട്ടുള്ള കളക്ഷൻസ്, എന്തെങ്കിലും പുരാതന വസ്തുക്കൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കളക്ഷൻസ്, ജ്വല്ലറി, അത് പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അറിയാലോ. അപ്പോൾ പേഴ്സണൽ ആവശ്യത്തിന് യൂസ് ചെയ്യുന്നതാണെങ്കിൽ പോലും അതിനെയൊന്നും നമ്മൾ ക്യാപിറ്റൽ അസറ്റ് അല്ല ആയിട്ട് തന്നെയാണ്, അവനെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എക്സംഷൻസ് ഇല്ല എന്നർത്ഥം. ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻ, ഡ്രോയിങ്സ്, എന്തെങ്കിലും ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് ഉണ്ട്. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ഈ വരച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അക്കൗണ്ടൻസിയിൽ നമ്മൾ പറയുന്ന ആ ഡ്രോയിങ്സ്, ക്യാഷ് ഡ്രോയിങ്സ്, വിഡ്രോവൽ അല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ പെയിൻറ്റിങ്സ്, പിന്നെ വരുന്നതാണ് സ്കൾപ്ചേഴ്സ് വരുന്നുണ്ട്, ഓർ എനി വർക്ക് ഓഫ് ആർട്ട്. ഓക്കെ, അങ്ങനെയുള്ള ഏതും ആവാം. ഇത് ഒന്നും തന്നെ ഈ പേഴ്സണൽ എഫക്റ്റ് എന്നതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. അതായത് ഇതെല്ലാം ക്യാപിറ്റൽ അസറ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് അഗ്രികൾച്ചറൽ ലാൻഡ്, അല്ലെങ്കിൽ അഗ്രോ ലാൻഡ് എന്ന് പറയാം. അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യ ഈസ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. ഓക്കെ, ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. എന്നാൽ ഇന്ത്യക്ക് പുറത്തുള്ള അഗ്രികൾച്ചറൽ ലാൻഡിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് അതിനോടനുബന്ധിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പറയുന്ന പോയിന്റ് മനസ്സിലാക്കാനുള്ളത് കണ്ടീഷണലാണ്.
അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ ഇന്ത്യ ഈസ് നോട്ട് എ ക്യാപിറ്റൽ അസറ്റ്. ഇന്ത്യക്കകത്തുള്ള കൃഷിഭൂമി ക്യാപിറ്റൽ അസറ്റ് അല്ല. എങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ക്യാപിറ്റൽ അസറ്റ് ഇഫ് ഈസ് നോട്ട് സിറ്റുവേറ്റഡ് വിതിൻ 8 കിലോമീറ്റേഴ്സ്. അത് 8 കിലോമീറ്ററിനകത്തല്ല സിറ്റുവേറ്റ് ചെയ്യുന്നത് എങ്കിൽ അത് എന്തല്ല, ക്യാപിറ്റൽ അസറ്റ് അല്ല എന്നാണ്. ഓക്കെ, 8 കിലോമീറ്ററിന് അകത്ത് അല്ല ആ ഭൂമിയുള്ളത് എങ്കിൽ അത് ക്യാപിറ്റൽ അസറ്റ് അല്ല. ഓക്കെ, അപ്പോൾ 8 കിലോമീറ്ററിനകത്താണെങ്കിൽ അതെന്തായിട്ട് കണക്കാക്കും? ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കും. പക്ഷേ അതിന് കുറച്ച് കണ്ടീഷൻസൊക്കെ ഉണ്ട്. ഇത് ഒരു മുനിസിപ്പാലിറ്റിയുടെ, അതിപ്പം അതിനെ പല പേരിലും നമുക്ക് മനസ്സിലാക്കാം. മുനിസിപ്പൽ കോർപ്പറേഷൻ, നോട്ടിഫൈഡ് ഏരിയ കമ്മിറ്റി, ടൗൺ ഏരിയ കമ്മിറ്റി, ടൗൺ കമ്മിറ്റി, അങ്ങനെ പല പേരിലും അതറിയപ്പെടാം. എന്തായാലും ഒരു മുനിസിപ്പാലിറ്റി അതിൻ്റെ അധികാര പരിധിക്കുള്ളിൽ, അല്ലെങ്കിൽ ഒരു കണ്ടോൺമെൻറ്റ് ബോർഡ്, മിനിമം 10,000 പോപ്പുലേഷനുള്ള ഒരു കണ്ടോൺമെൻറ്റ് ബോർഡ് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി ഇതിൻ്റെ അധികാര പരിധിക്കകത്ത് 8 കിലോമീറ്ററിനുള്ളിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടില്ല ഉള്ള ഭൂമിയാണെങ്കിൽ ക്യാപിറ്റൽ അസറ്റാണ്. അങ്ങനെ ഇതിനകത്ത് വരാത്ത, അതിൻ്റെ പുറത്തുള്ള ഭൂമിയാണെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഒരു ഡയഗ്രാം പോലെ അതിന് മനസ്സിലാക്കാം. അപ്പോൾ കുറച്ചും കൂടെ അത് കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാം. ഇത് നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ ഭാഗത്ത് അഗ്രികൾച്ചറൽ ലാൻഡൊക്കെ പറയുന്ന ഭാഗത്തും ഇതേപോലെ കണ്ടിരുന്നു. ഇപ്പം ഇവിടെ മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ പോപ്പുലേഷൻ 10,000 വരെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 10,000-ൽ താഴെയാണ് പോപ്പുലേഷൻ എങ്കിൽ അഗ്രോ ലാൻഡ് നോട്ട് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ അസറ്റ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ പോപ്പുലേഷൻ 10,000-ൽ എക്സീഡ് ചെയ്യുന്നു, 10,000-നും എന്നാൽ 1,00,000-ൽ താഴെ. ഓക്കെ, അങ്ങനെ വരുന്നുവെങ്കിൽ ഈ അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെങ്കിൽ അഗ്രോ ലാൻഡിനെ നമുക്ക് ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ താഴോട്ടുള്ള ഈ ലൈൻ ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കണ്ടോൺമെൻറ്റ് ബോർഡ് ഉണ്ടാവും. അതിൻ്റെ ഒരു ലോക്കൽ ലിമിറ്റിൻ്റെ 2 കിലോമീറ്ററിനകത്താണ് അകത്താണ് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മളതിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, പിന്നെ വീണ്ടും അടുത്ത ലിമിറ്റ് വരുന്നത് ഇതിൻ്റെ പോപ്പുലേഷൻ വീണ്ടും വർദ്ധിക്കുന്നു. അപ്പോൾ 1,00,000 മുതൽ ഇനി 10,00,000 വരെ പോപ്പുലേഷനുള്ള ഈ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കണ്ടോൺമെൻറ്റ് ബോർഡ്. ഓക്കെ, അങ്ങനെയാണ് പോപ്പുലേഷൻ വരുന്നത് എങ്കിൽ 6 കിലോമീറ്റർ വരെ പറ്റും. 6 കിലോമീറ്ററിനകത്തുള്ള ഭൂമിയാണെങ്കിൽ, കൃഷിഭൂമിയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കും. ഓക്കെ, ഇനി വീണ്ടും പോപ്പുലേഷൻ കൂടുന്നു. 10,00,000-ലധികം പോപ്പുലേഷനുള്ള ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കണ്ടോൺമെൻറ്റ് ബോർഡ്. അപ്പോൾ അത്തരം ഒരു സ്ഥലത്ത് 8 കിലോമീറ്റർ വരെ അതിനകത്താണ് ഈ അഗ്രികൾച്ചറൽ ലാൻഡ് വരുന്നതെങ്കിൽ അതിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കുന്നു എന്നാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഇവിടെ ഇതിനപ്പുറത്തേക്ക് ബിയോണ്ട് 8 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ അത് അഗ്രികൾച്ചറൽ ലാൻഡായിട്ട് ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കുന്നില്ല എന്നാണ്. അതാണ് നേരത്തെ നമ്മൾ അവിടെ ആ ഡെഫിനിഷനിൽ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കകത്ത് ഈ ഒരു മുനിസിപ്പാലിറ്റി കണ്ടോൺമെൻറ്റ് ബോർഡിൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്തെ 8 കിലോമീറ്ററിൽ അപ്പുറത്തേക്കാണ് വരുന്നതെങ്കിൽ നമ്മളതിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കുന്നില്ല. അതിനകത്താണെങ്കിൽ അങ്ങനെ കണക്കാക്കുമെന്നർത്ഥം. പിന്നെ മനസ്സിലാക്കാനുള്ള കാര്യം, ഇത് അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ ഒരു സിറ്റുവേഷനാണ്, അതിൻ്റെ ഒരു കേസാണ് പറയുന്നത്. ഇത് അഗ്രികൾച്ചറൽ ലാൻഡ് അല്ല എങ്കിൽ അതിനെ ക്യാപിറ്റൽ അസറ്റായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് ഗോൾഡ് ബോൺഡ്സ്, അതുപോലെ സ്പെഷ്യൽ ബിയറർ ബോൺഡ്സ്, ഗോൾഡ് ഡെപ്പോസിറ്റ് ബോൺഡ്സ്. ഇങ്ങനെ ഒരു 3 ടൈപ്പ് ബോണ്ടുകളാണ്. ഈ 3 ബോണ്ടുകളും നമ്മൾ ക്യാപിറ്റൽ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാത്തതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഗോൾഡ് ബോണ്ടുകൾ അതിന് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അത് ഓരോ ഗവൺമെൻറ് ഓരോരോ ബോണ്ടുകൾ നോട്ടിഫൈ ചെയ്ത സംഭവങ്ങളാണ്. അപ്പോൾ ഫോളോയിങ് ഗോൾഡ് ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ആർ നോട്ട് ക്യാപിറ്റൽ അസറ്റ്.
6.5 ഗോൾഡ് ബോണ്ട് 1977, 7% ഗോൾഡ് ബോണ്ട്സ് 1980, നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോണ്ട് 1980. അപ്പോൾ ഇതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം അസറ്റ്സ് തന്നെയാണ്, പക്ഷേ അതിനെ നമ്മൾ ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള ആ ഗണത്തിൽ പെടുത്തുന്നില്ല എന്നർത്ഥം. ഇനി സ്പെഷ്യൽ ബിയറർ ബോണ്ട് ഉണ്ട്, അത് സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റൽ അസറ്റ് അല്ല. പിന്നെ ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്സ് ഉണ്ട്, ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം 99, അതിൽ വരുന്ന ബോണ്ട്സ്. പിന്നെയുള്ളത് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് അണ്ടർ ദ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം 2015. ഇതിലൊന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും തന്നെ ക്യാപിറ്റൽ അസറ്റായിട്ട് നമ്മൾ അത്തരം അസറ്റുകളെ ട്രീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി മനസ്സിലാക്കാനുള്ളത് ഇതിൻ്റെ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റാണ്, അല്ലെങ്കിൽ കൈൻഡ്സ് ഓർ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റുകളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്, രണ്ടാമത്തത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും സെക്ഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കുക. 242A, 229A. ഇനി വാട്ട് ഈസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്? അപ്പോൾ ഇറ്റ് മീൻസ് എ ക്യാപിറ്റൽ അസറ്റ് ഹെൽഡ് ബൈ ആൻ അസസി ഫോർ നോട്ട് മോർ ദാൻ 36 months ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. അതായത് നമ്മളൊരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അപ്പോഴാണല്ലോ ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത്. അപ്പോൾ ആ ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പുറകിലേക്ക് കൂട്ടുമ്പം അത് 36 മാസത്തിൽ കൂടുതലല്ലാത്തൊരു കാലയളവിലാണ് അത് കൈവശം വെച്ചിട്ടുള്ളത് എങ്കിൽ അതിനാണ് നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 36 മാസത്തിൽ താഴെയാണെങ്കിൽ നമ്മളതിനെ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയും. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നു. അതായത് ഒരാളൊരു അസറ്റ് കൈവശം വെച്ചിട്ടുണ്ട്, അത് 36 മാസത്തിൽ താഴെയാണ് കൈവശം വെച്ചത്, എന്നിട്ടാണ് അയാളത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, 36 മാസം എന്ന് പറയുമ്പോൾ 3 വർഷം. അപ്പം അങ്ങനെ 3 വർഷം കൈവശം വെച്ച് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ നിന്നൊരു ഗെയിൻ വന്നാൽ അതിനെ നമ്മൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. അത്തരത്തിലുള്ള അസറ്റുകളെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിൽ നിന്നാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റാണ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് അതിൻ്റെ മീനിങ്. അതായത് എ ക്യാപിറ്റൽ അസറ്റ് വിച്ച് ഈസ് നോട്ട് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. അതൊരു ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത അസറ്റിനെയാണ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതോടെ അതിൻ്റെ ഒരു മീനിങ് വരുന്നത് 36 monthsനേക്കാൾ കൂടുതലുള്ള ഒരു കാലയളവിലാണ് ആ അസറ്റ് കൈവശം വെക്കുന്നത്, അതിനുശേഷമാണ് അതിൻ്റെ ട്രാൻസ്ഫർ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിനെ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നും പറയാം. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിൽ നിന്നാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൻ്റെ ട്രാൻസ്ഫറിൽ നിന്നാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വരുന്നത്. ഇത് രണ്ടുമാണ് അതൊരു അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി ഇവിടെ ഒരു എക്സംഷൻ വരുന്നുണ്ട്. നമ്മളിതിങ്ങനെ പൊതുവെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ചില അസറ്റുകൾക്ക് ഈ 36 monthsൻ്റെ ഒരു കാലയളവ് ബാധകമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻ ദ ഫോളോയിങ് കേസസ് ആൻ അസറ്റ് ഷാൾ ബി ടേംഡ് ആസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. STCA എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണ്. അപ്പോൾ താഴെ പറയുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു അസറ്റിനെ, ഇപ്പോൾ അസറ്റ് ഷോർട്ട് ടേം ആവണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ പറഞ്ഞു, ഇഫ് ഇറ്റ് ഈസ് ഹെൽഡ് ഫോർ നോട്ട് മോർ ദാൻ ഫോളോയിങ് പീരീഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. അപ്പോൾ ഈ പീരീഡിൽ കൂടുതലല്ലാതെ താഴെ കൈവശം വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ എന്തെന്ന് പറയാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാമെന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്ന് വരുന്നത് 12 monthൻ്റെ പീരീഡും പിന്നെ 24 monthൻ്റെ ഒരു പീരീഡുമാണ്. ഇക്വിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസിനെ കമ്പനി, ഇപ്പോൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് അത് 12 മാസം കൈവശം വെക്കുന്നു. ഓക്കെ, അപ്പോൾ ആ കേസിൽ നമുക്ക് ആ ഒരു അസറ്റിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം. 12 മാസത്തിൽ കൂടുതൽ കൂടുതലുള്ള കാലയളവിലേക്ക് അത് കൈവശം വെക്കുന്നില്ലെങ്കിൽ പോലും അതിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാമെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഇനി സെക്യൂരിറ്റി, എക്സാമ്പിൾ ഡിബഞ്ചർ, ഗവൺമെൻറ് സെക്യൂരിറ്റീസ്,
ലിസ്റ്റഡ് ഇൻ ഇന്ത്യയാണ്. പിന്നെ യൂണിറ്റ് ഓഫ് ആൻ ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് വെദർ കോട്ടഡ് ഓർ നോട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കോട്ട് ചെയ്തതാവാം അല്ലെങ്കിൽ അതല്ലാത്തതാവാം. അതുപോലെ സീറോ കൂപ്പൺ ബോണ്ട് ഉണ്ട്, യൂണിറ്റ്സ് ഓഫ് UTI ഉണ്ട്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അതിൻ്റെ യൂണിറ്റ്സ്. അപ്പോൾ ഇതെല്ലാം തന്നെ കോട്ടഡ് ആവട്ടെ അല്ലാതെ ആവട്ടെ, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് ട്രേഡ് ചെയ്തതാവട്ടെ അല്ലാത്തതാവട്ടെ, ആ രീതിയിലൊക്കെ എങ്ങനെയാണെങ്കിലും അത് 12 months പീരീഡിൻ്റെ താഴെയാണ് കൈവശം വെച്ചിട്ടുള്ളത് എങ്കിലും നമുക്കതിനെ എന്തെന്ന് പറയാം, ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന കാറ്റഗറിയിൽ പെടുത്താം. ഇനി 24 months വെക്കുന്ന ഒരു കാറ്റഗറിയാണ് ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർസ് ഇൻ ആൻ അൺലിസ്റ്റഡ് കമ്പനി. ഒരു അൺലിസ്റ്റഡ് കമ്പനിയിലെ ഇക്വിറ്റി ഷെയറുകൾ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയറുകൾ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബീൻ ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത്. ഇപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് അല്ലെങ്കിൽ രണ്ടും കൂടെയോ കൈവശം വെച്ചിട്ടുണ്ടെങ്കിലും 24 months പീരീഡിൽ താഴെ കൈവശം വെച്ചിട്ടുണ്ടെങ്കിലും അതിനെ നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റായിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്, അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഒന്ന്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അറൈസസ് ഔട്ട് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു. അതായത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ നിന്നുണ്ടാവുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നേരിട്ട് രണ്ടും റിലേറ്റഡ് ആണ്. അതിൻ്റെ മീനിങ്ങിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഡിഫറൻസ് ഇനി ഇതിൻ്റെ ടാക്സ് റേറ്റ് ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് നമ്മൾ ടാക്സ് ചെയ്യുന്നത് 20% വെച്ചിട്ടാണ് ഇൻ കേസ് ഓഫ് ഓൾ അസസീസ്. അസസി ഏത് ടൈപ്പ് അസസി ആണെങ്കിലും 20% ആണ് അതിൻ്റെ ഒരു റേറ്റ് ഓഫ് ടാക്സ് വരുന്നത്. എന്നാൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ മറ്റുള്ള ഇൻകംസും അതിനൊക്കെ എങ്ങനെയാണോ അത് ആപ്ലിക്കബിൾ ആവുന്നത് എങ്കിൽ അതിനനുസരിച്ച് കൊണ്ടുള്ള റേറ്റാണ് വരുന്നത്, ഒരേപോലെയല്ല എന്നർത്ഥം. മൂന്നാമത്തെ കാര്യം, വൈൽ കമ്പ്യൂട്ടിംഗ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ആർ ഇൻഡെക്സഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്. അതായത് നമുക്കിനി പഠിക്കാൻ പോകുന്നൊരു സംഭവമാണ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്നുണ്ടാവും. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി, ഒരു വീടാണെങ്കിൽ ആ വീട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ വാങ്ങിച്ചതായിരിക്കും. അപ്പോൾ അന്ന് വാങ്ങിച്ചപ്പോൾ അതിനൊരു വില ഉണ്ടായിരിക്കും. ആ ഒരു വില ഇപ്പോൾ ഈ സമയത്ത് ആ വീടിൻ്റെ വില നമ്മൾ അന്ന് വാങ്ങിച്ച പോലെ അല്ലല്ലോ, അതിൻ്റെ വില കാലാകാലങ്ങളിലായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പണത്തിൻ്റെ ആ ഒരു മൂല്യത്തിനൊക്കെ അനുസരിച്ച് കൊണ്ട് ആ പ്രോപ്പർട്ടിയുടെ മൂല്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് നമുക്കിനി പ്രോബ്ലത്തിൻ്റെ ഭാഗം വരുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് ആ ഒരു ക്യാപിറ്റൽ അസറ്റ്, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് അക്വയർ ചെയ്ത സമയത്ത് ഒരു കോസ്റ്റ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കോസ്റ്റ് ഉണ്ടാകും. അത് പണ്ട് കാലത്ത് വന്നായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലത്തിലെ ഒരു എമൗണ്ടിലേക്ക് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, അങ്ങനെ വന്നതിന് ശേഷമാണ് അതിൻ്റെ ഒരു കോസ്റ്റ് അതിൻ്റെ ഒരു ഗെയിൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിന് നമ്മളതിനെ ഇൻഡെക്സ് ചെയ്യാമെന്ന് പറയും. ഇത്തരത്തിലുള്ളൊരു ഇൻഡെക്സിങ് ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നാലാമത് വരുന്നതാണ് ഇഫ് ദ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ഈസ് അക്വയർഡ് ബിഫോർ 1 April 1981. ഇപ്പോൾ 1981 1 April 1981 മുമ്പാണ് ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു വീടാണെങ്കിൽ ആ വീട് വാങ്ങിച്ചിട്ടുള്ളത് എങ്കിൽ അല്ലെങ്കിൽ അത് അക്വയർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫെയർ മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോപ്പർട്ടിയുടെ. അത് 1981 1 April അതിൻ്റെ ഒരു വാല്യൂ ഇത്ര എന്ന രീതിയിൽ തന്നിട്ടുണ്ട്. അതിനൊരു ചാർട്ടൊക്കെ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ വാല്യൂ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് അസസിക്ക് ബെനിഫിഷ്യൽ ആസ് ദ വാല്യൂ ഓഫ് അക്വിസിഷൻ. അതിൻ്റെ വാല്യൂ ഓഫ് അക്വിസിഷൻ നമ്മൾ അങ്ങനെ അതായിട്ടാണ് എടുക്കുക. ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും, അതാണ് എടുക്കും, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. 1981 മുമ്പാണെങ്കിൽ
ആ 1981 ആ ഫസ്റ്റ് ഡേയിൽ, ഏപ്രിൽ ഫസ്റ്റ് ഡേയിൽ അതിൻ്റെ ഒരു വാല്യൂ ഇത്ര എന്ന് പറഞ്ഞ് ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. അതിലുള്ള വാല്യൂ നമ്മൾ എടുക്കും. അവിടുന്ന് ഇങ്ങോട്ടുള്ള വർഷങ്ങളിലൊക്കെ ഓരോ വർഷത്തിലും സെപ്പറേറ്റ് ഇൻഡെക്സുകൾ വരുന്നുണ്ട്. അത് ആ ഫിഗർ വെച്ചിട്ടാണ് നമ്മളത് ഇൻഡെക്സ് ചെയ്യുന്നത്, അന്നത്തെ കോസ്റ്റിനെ ഇൻഡെക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രോബ്ലത്തിൻ്റെ സമയത്ത് മനസ്സിലാക്കാം. നോ സച്ച് ഓപ്ഷൻ ഈസ് അവൈലബിൾ വൈൽ കമ്പ്യൂട്ടിംഗ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷനൊന്നും ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വരുന്നില്ല. പിന്നെ ഒന്നുള്ളത് വൈൽ കമ്പ്യൂട്ടിംഗ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. അപ്പം ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സെക്ഷനിൽ നമുക്ക് ഇളവുകൾ കിട്ടുന്നുണ്ട്. ആ സെക്ഷനുകളുടെ പേരുകളാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ സെക്ഷനിലേക്കൊന്നും പോകുന്നില്ല. അത് ബുക്സ് റെഫർ ചെയ്യുക, ഓരോ സെക്ഷനും ഏതൊക്കെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ സെക്ഷൻ പ്രകാരമൊക്കെയുള്ള ഡിഡക്ഷൻസ് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ചെയ്യുന്ന സമയത്ത് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം. അതിൽ കുറേ ഡിഡക്ഷൻ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ വരും. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇനി വൈൽ കമ്പ്യൂട്ടിംഗ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ്, ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അളവുകൾ കിട്ടുന്നുണ്ട്. ലോങ് ടൈമിൽ കിട്ടുന്ന അത്രത്തോളം അളവുകൾ ഷോർട്ട് ടൈമിൽ കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ വരുന്നത് ഇതിൻ്റെ സെറ്റ് ഓഫ് ചെയ്യുന്ന ഒരു കേസിലാണ്. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്, ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, എല്ലാ സമയത്തും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വന്നോളണമെന്നില്ല. ഈ ഗെയിനിൻ്റെ സ്ഥാനത്ത് ലോസും വരാം. ഒരു അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എപ്പോഴും ലാഭത്തിലായിക്കൊള്ളണമെന്നില്ല എന്നർത്ഥം, ലോസ് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ലോസ് വന്നാൽ, ഇപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ നമ്മളങ്ങനെ ഒരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, അപ്പോൾ നമുക്കൊരു ലോസ് വന്നു. അങ്ങനെ വരുന്ന ലോസ് ഇറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് കൊണ്ടോ അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനുമായിട്ടോ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഓക്കെ, എന്നാൽ ഒരു ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത സമയത്തുള്ള ലോസാണ് എങ്കിൽ അത് അതേപോലെയുള്ള അതേ കാറ്റഗറിയിൽ തന്നെ വിട്ടിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനുമായി മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണെങ്കിൽ അതിനെ ലോങ് ടേം ഗെയിനുമായിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഗെയിനുമായിട്ടോ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് ഒരു വ്യത്യാസം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.